ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഫിനിക്സ് പേപ്പറിലുള്ള ഒരു ഫ്ലവർ ചെയ്ത് നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാം. ഇതിനു വേണ്ടിയിട്ട് 3 കളറിലുള്ള ഫിനിക്സ് പേപ്പറാണ് വേണ്ടത്. ഗ്രീനും യെല്ലോയും റെഡും ആണ് ഫ്ലവറിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതി എടുക്കുക യെല്ലോ പേപ്പറിന്. അതുപോലെ റെഡ് ആണെങ്കിൽ 9 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയിലും എടുക്കുക. അതിൽ നിന്ന് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ഇതളുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. 6 യെല്ലോ കളറും 6 റെഡ് കളറും വേണം. അപ്പോൾ ഒന്നിൻ്റെ മേലെ വെച്ച് കട്ട് ചെയ്യുമ്പം സെയിം വലുപ്പത്തിൽ തന്നെ കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, എല്ലാ ഇതളുകളും ഒരേ വലുപ്പത്തിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ഫ്ലവറിനെ നടുക്ക് വെക്കാനുള്ള സംഭവം റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ടി കുറഞ്ഞിട്ടുള്ള 5 കമ്പി എടുക്കുക. പിന്നെ 30 സെൻറ്റിമീറ്റർ നീളത്തിലും 1 സെൻറ്റിമീറ്റർ വീതിയിലും ഫിനിക്സ് പേപ്പർ യെല്ലോ കളറിൽ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ശേഷം ഈ പേപ്പറിൽ പശ തേച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യുന്ന രൂപത്തിൽ ഈ കമ്പിയിൽ ഓരോന്നിലും ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ കമ്പിയിലും ചുറ്റണം. കുറച്ച് കട്ടിയായിട്ട് തന്നെ ചുറ്റിയെടുക്കുക. ഇതുപോലെ 5 കമ്പിയിലും ചുറ്റി കഴിഞ്ഞാൽ ഈ കമ്പീൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് വളച്ചിട്ട് റൗണ്ട് മാതിരിയാക്കുക. ഇങ്ങനെ ഏകദേശം 2 റൗണ്ട് ചെയ്യുക. അടുപ്പിച്ച് ചെയ്യണം. അങ്ങനെ 5 എണ്ണത്തിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ വലിയ യെല്ലോ പേപ്പറിൻ്റെ മേലെ ചെറിയ റെഡ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിച്ചു കൊടുക്കുമ്പം നന്നായിട്ട് ഫുള്ളായിട്ട് പശ തേച്ചിട്ട് കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ തന്നെ ഒട്ടിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കുക. 5 എണ്ണവും ഇതുപോലെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവറിനുള്ള ഇതള്. ഇപ്പം വേറെ കളറിലൊക്കെ ചെയ്യുമ്പം കോമ്പിനേഷനുള്ള കളേഴ്സ് സെലക്ട് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. പൊട്ടിച്ചതൊക്കെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കത്രിക എടുത്തിട്ട് 2 സൈഡും ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒരു വളവ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഏറ്റവും കൂർത്ത ഭാഗത്ത് നന്നായി വളവ് വരുന്ന രീതിയിൽ ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലവറിനെ അല്ല ഇതളുകളെ ഓരോന്നിനെയും അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നടുക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സംഭവം ഒരു കമ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇതുപോലെ കാണിച്ചിരിക്കണ പോലെ അറേഞ്ച് ചെയ്യുക. ഇതിൻ്റെ ചുറ്റുമാണ് നമ്മൾ ഇതളുകൾ ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതളുകൾ നേരിട്ട് കമ്പിലേക്ക് വെക്കുന്നതിന് മുന്നേ ഇതുപോലെ 6 ഇതളുകളെയും ഒട്ടിച്ചു കൊടുക്കണത് നന്നാവും. നേരിട്ട് നമ്മൾ കമ്പിലേക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഒന്ന് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ 6 എണ്ണം ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റത്തെ ഇതളും ലാസ്റ്റത്തെ ഇതളും കൂടെ കൂടിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയും കൂടെ വേണം. കാരണം നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുത്താൽ ശരിക്കും ഇതിൻ്റെ നടുക്ക് ചെറിയൊരു ഹോൾ മാതിരി ഉണ്ടാവും. ഈ ഹോളിലൂടെ നമ്മൾ നടുക്ക് വെക്കാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ സംഭവം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുത്താൽ മതിയാവും. അല്ലാതെ ഓരോന്നായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണത്. നമ്മൾ ഓരോന്നായി പശ തേച്ച് ഒട്ടിച്ചത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ഈ സ്റ്റെപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോരും. അതിനുശേഷം നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് നൂലെടുത്ത് ചുറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഈ ഫ്ലവറിൻ്റെ താഴെ വെക്കാനുള്ള സംഭവം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ വലുപ്പത്തിലുള്ള പേപ്പർ എടുത്ത് ഇതുപോലെ മടക്കിയിട്ട് അറ്റം കൂർപ്പിച്ചൊന്ന് കട്ട് ചെയ്യുക. ഓരോരോ ലീഫ് മാതിരി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാലും മതി. അതാകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. ഇങ്ങനെ ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ സംഭവം തീർന്നു കിട്ടും. അതിനാണ് ഇങ്ങനെ ചെയ്യണത്. അങ്ങനെ താഴെ ഇത് വെച്ചതിന് ശേഷം ഇനി എപ്പോഴും സാധാരണ ചെയ്യണ പോലെ ഗ്രീൻ ടാപ്പും കൂടെ ചുറ്റുക.
ഈ ഗ്രീൻ ടാപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊന്ന് നമ്മൾ വലിച്ചു കഴിയുമ്പം അതിൻ്റെ പശ താനേ വന്നോളും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ അവിടെ നന്നായിട്ട് സെറ്റായി നിൽക്കും. ഇനി ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ലീഫ് കട്ട് ചെയ്തെടുക്കുകയാണ്. ലീഫിന് ഒരു 15 സെൻറ്റിമീറ്റർ നീളം കൊടുക്കുക. കാരണം നമ്മൾ ഫ്ലവറിന് 9 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും നീളം എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയും കുറച്ച് ലോങ് ആയിട്ടുള്ള ലീഫ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ 15 സെൻറ്റിമീറ്ററിലുള്ള ലീഫ് എടുക്കുക. സിമ്പിളായിട്ട് വീതി കുറച്ചിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഓരോന്നായിട്ട് ഫ്ലവറിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്ലവർ. പിന്നെ ഇത് ചെയ്ത പേപ്പറിനെ കുറിച്ച് പറയാം. ഫിനിക്സ് പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്തത്. ക്രേപ്പ് പേപ്പറിനെ പോലെ തന്നെ, പക്ഷേ ക്രേപ്പ് പേപ്പറിനേക്കാളും നല്ല കട്ടിയുള്ള പേപ്പറാണ് ഫിനിക്സ്. 25 രൂപയാവും ഫിനിക്സ് പേപ്പറിന്. അതൊരു 30 സെൻറ്റിമീറ്റർ നീളേ കാണുള്ളൂ, 20 സെൻറ്റിമീറ്റർ വീതിയും. പക്ഷേ ഇതിൽ നമ്മൾ ഏത് ഫ്ലവർ ചെയ്യുകയാണെങ്കിലും നല്ല ഫിനിഷിംഗ് ആണ്, കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു.